ഫാമിലി ആയിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന, പ്ലസന്റ് ആയിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു മിസ്റ്ററി മൂവി, നല്ല രസമുണ്ടായിരുന്നു. എല്ലാരും എന്താ പറയാ, ഒരു ഫൺ ഓറിയന്റഡ് എന്നാ കുറച്ച് മിസ്റ്ററി, അവസാനം ചെറിയ ട്വിസ്റ്റ്, അങ്ങനെ ഇതൊക്കെ മൂവീസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവിയായിരുന്നു. ഇതുണ്ടല്ലോ ആ ഒരു ടൈപ്പ് പടം, ഫാന്റസി മോഡല്, ഫാമിലി ആയിട്ട് വന്ന കോമഡി ആക്കിയിട്ട് ചിരിച്ച് കാണാവുന്ന പടം. വൺ ടൈപ്പ് വാച്ച്, കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ അർജുൻ അശോകൻ വളരെ നന്നായിട്ടുണ്ട്. അനശ്വരരാജനും നല്ല പുള്ളിക്കാരത്തിൽ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ഫാമിലി മൂവി. പടം അടിപൊളിയാണ്, ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള മൂവിയാണ്. എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന് കണ്ടുപോകാൻ പറ്റുന്ന സിനിമയാണ്. അടിപൊളിയാണ്. ഭയങ്കര സന്തോഷമുണ്ട് ഈ മൂവിയുടെ ഒരു പാർട്ടായതിൽ. ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ, പാവന സ്നേഹരൂപനെ എന്ന് പറഞ്ഞ. അതിലും ഭയങ്കര സന്തോഷം. എല്ലാവരും പടം കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടിപൊളിയായിരുന്നു. ഫാമിലി മൂവിയാണ്, എല്ലാവരും പോയി കാണണം. അനശ്വരയുടെ റോൾ അൺഎക്സ്പെക്ടഡ് റോളായിരുന്നു. നല്ല അടിപൊളി, ടോട്ടലി നല്ല രസമാണ്, കണ്ടിരിക്കാം, ലാഗില്ല. പിന്നെ എല്ലാം നന്നായിട്ടുണ്ട്. ഇപ്പം കാസ്റ്റിംഗ് ആണേലും ഡയറക്ഷൻ ആണേലും എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും നല്ല അവരുടെ റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മൂന്നുള്ളൊരു ബാലുവർഗീസും അർജുനും അനശ്വരൻ തമ്മിലൊരു കോംബോ സീൻസ് ഒക്കെയാണ് പടത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പള്ളിയിൽ നടക്കുന്ന ഇൻസിഡന്റിൽ അതിന്റെ ബാക്കപ്പ് സ്റ്റോറിയൊക്കെയാണ് പറഞ്ഞു പോണത്. അപ്പൊ ആ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ചിരിക്കാനുണ്ട്. പിന്നെ ഒരു സാധാരണ ഓഡിയൻസിനൊക്കെ പിടിച്ചിരുത്താൻ പറ്റിയ കുറച്ച് എലമെന്റ്സ് എല്ലാം ഉണ്ട്. ഇതിൽ എടുത്തു പറയാൻ പെർഫോമൻസ് അർജുന അശോകന്റെയാണ്. ഒരു സെക്കൻഡ് ഹാഫിലെ വരുന്ന പക്ഷെ വളരെ എക്സെൻട്രിക് ആയിട്ട് അനൗ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് അനശ്വരാജ് പെർഫോമൻസ് ആണ്. പുള്ളിക്കാരുടെ ആക്ഷൻ അനൗ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രേമലൂടെ ഇയാൾ പൊങ്ങി വന്നതാണ് ബബിത, പക്ഷെ ഇപ്പൊ അനശ്വര തിരിച്ചു വരികയാണ്. നല്ലൊരു എന്റർടൈനർ ആണ്. അവസാനം നല്ല മെസ്സേജ് ഉണ്ട്. യാതൊരു ലാഗ് അങ്ങനൊന്നുമില്ല. അങ്ങനത്തെ വൾഗാരിറ്റി വയലൻസ് ഒന്നുമില്ല. ഒരു ഫാമിലി എന്റർടൈനർ ആണ്. എല്ലാം കൊണ്ട് നല്ലൊരു പടമാണ്. ഞങ്ങള് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാനും എന്റെ ഫാമിലി നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി പടമാണ്. സിനിമ അതിമനോഹരമായിട്ടൊരു സിനിമ എന്ന് തന്നെ പറയാം. നമുക്ക് ഇതിൽ കണ്ടിട്ട് തോന്നിയത് ഒരു കള്ളന്മാരാണെങ്കിലും അവർക്കൊരു നന്മയുണ്ട്. അത് അങ്ങനെയുള്ളൊരു കഥാതത്വമാണ് ഇതിലുള്ളത്. എന്തായാലും മഹേഷ് മധു എന്ന ഡയറക്ടർ നന്നായിട്ട്, അർജുന അശോകന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ബാലു വർഗീസ് അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു വ്യത്യസ്ത കഥ. എന്ന് സ്വന്തം പുണ്യാവൻ നല്ലൊരു പടമാണ്. ഒരു കോമഡി മിസ്റ്ററി ജോണറിൽ വരുന്ന ഒരു മൂവിയാണ്. ബാലു വർഗീസ് ഒരു അച്ഛൻ, ഒരു കഥാപാത്രമാണ്. അതുപോലെ അനശ്വരമുണ്ട്. അനശ്വര എന്താണെന്ന് പറയുന്നില്ല കാരണം. അതുപോലെ അർജുന അശോകനുണ്ട്. ഒരു റോബറി, പള്ളിയിലൊരു റോബറി ആയിട്ട് ബേസ് ചെയ്ത് കിടക്കുന്ന ഒരു മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ നോർമലി പോകുന്ന ഒരു മൂവിയാണ്. പക്ഷെ അത് എന്താണെന്ന് സെക്കൻഡ് ഹാഫ് വന്നു കഴിയുമ്പോഴാണ് ഈ ഫസ്റ്റ് ഹാഫ് പോയ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് കൊണ്ടുവരുന്ന കോർ കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഹാഫിലേക്കാണ് വരുന്നത്. വളരെ രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ടെൻഷൻ അടിക്കാനുണ്ട്, കുറച്ചിരിക്കാനുണ്ട്. ഒരു ഫാമിലി എന്റർടൈനർ അങ്ങനൊരു പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നല്ലൊരു മൂവിയാണ്. സന്തോഷം. ഒരു നല്ല വലിയ പടത്തിന്റെ ചെറിയ പാർട്ടാവാൻ പറ്റിയ ഹാപ്പിയാണ്. റെസ്പോൺസാണ് തിയേറ്ററിൽ. കോമഡി കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട്. എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ട പടമാണ്. ഒരു ഫൺ എന്റർടൈനർ എന്നുള്ള രീതിയിൽ എന്തായാലും ആൾക്കാർ തിയേറ്ററിൽ കയറാൻ സാധ്യതയുള്ള പടമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കരുത്. എല്ലാവരും പടം തിയേറ്ററിൽ ഒന്ന് കാണാം. ഒരുപാട് നല്ല സിനിമകളുണ്ട്. ഇതൊരു കോമഡി ഫാന്റസി എലമെന്റ് ഉള്ള ഒരു നല്ല പടമാണ്. ഒരു ഫൺ എന്റർടൈനർ ആണ്. പൈസ പോകാത്ത പടമാണ്. അപ്പൊ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. സാധാരണ ജോണറിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടൊരു ഫാന്റസി കോമഡി പടമാണ്. 2 മണിക്കൂർ എല്ലാവർക്കും എല്ലാം മറന്നു വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക.